എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം രാവിലെ 6 മണി. ഒരു പിക്കപ്പിങ്ങിന് പോകുന്നുണ്ട്. മൈസൂർ സൈഡ് സീൻ, മടിക്കേരി സൈഡ് സീനല്ല ഇത്, മൈസൂർ സൈഡ് സീനിലേക്ക് രാവിലെ 6 മണിക്ക് പോകുന്നുണ്ട്. സോമവാർപേട്ടയിൽ പോകണം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കോഫി പ്ലാന്റേഷൻ്റെ നടുവിലാണ് സോമവാർപേട്ട റോഡുള്ള. പിക്കപ്പിങ്ങിന് പോകുന്നുള്ള ഗസ്റ്റിനെ ലേറ്റായി. വണ്ടി ഞാൻ സൈഡാക്കി മൈസൂർ സൈഡ് സീനിലേക്ക് പോകുന്നതുള്ള. അപ്പോൾ എനിക്ക് കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. ഗസ്റ്റ് ഒന്നിട്ടുണ്ടാവും. ഞാൻ ഡയറക്റ്റ് പോകുന്നില്ല. ടൈമായി 6:30 മണിക്ക് പിക്കപ്പ് പറഞ്ഞു. ഞാൻ 15 മിനിറ്റുള്ള 15 മിനിറ്റിൽ ഞാൻ ലൊക്കേഷനിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ബൈ. നല്ല അടിപൊളി സ്ഥലം, നല്ല തണുപ്പുണ്ട്, ഫുള്ള് നല്ല സ്ഥലം. ഒരു കോഫി എസ്റ്റേറ്റ് ആണ് അപ്പുറത്ത് കോഫി പ്ലാന്റേഷന്. ഇതിൻ്റെ ഉള്ളിൽ ഇതെന്താ AC എസ്റ്റേറ്റ്, ബിളിഗേരി, കുറുകന്തൂർ. നല്ല സ്ഥലം. ഞാൻ വന്നിട്ടില്ല, ഇത് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ എൻ്റെ സ്പോട്ടിലേക്ക് പിക്കപ്പ് ആക്കാൻ്റെ സ്പോട്ടിലേക്ക് 2.3 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 4 മിനിറ്റ്. ഇത് 2 സൈഡിലും കോഫി എസ്റ്റേറ്റ്, AC എസ്റ്റേറ്റ്. ഇതെങ്ങനെ ഞാൻ ഇന്നലെയല്ല മുന്നേന്നിട്ട വീഡിയോയിൽ ഇത് ടാറ്റ കോഫി എസ്റ്റേറ്റ് ഉണ്ടല്ലേ, അതേപോലെ ഇത് AC എസ്റ്റേറ്റ്. ഏതെങ്കിലും വലിയ കമ്പനി ആയിരിക്കും. 1.9 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 2 കിലോമീറ്റർ കടിക്കുന്നുണ്ട് ഇനി. അപ്പോൾ ടൈമോ കറക്റ്റ്. ഞാൻ 6:30 പറഞ്ഞത് 6:22 കറക്റ്റ് ടൈം നമുക്ക് പിക്കപ്പ് പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഗസ്റ്റ് വിളിച്ചിട്ടുണ്ടായി. ഞാൻ നേരത്തെ വിളിച്ചിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞിന് ഒരു 15 മിനിറ്റിൽ ഞാൻ എത്താന്ന്. അപ്പോൾ പോയിന്റിലേക്ക് പിക്കപ്പ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ട് വന്ന് ലൊക്കേഷൻ ഞാൻ വണ്ടിയിലിട്ടണേ. ഓക്കെ, പിന്നെ കാണാം. ഞാൻ മൈസൂർ എത്തി. മൈസൂർ സിറ്റിയെല്ലാം പാസ്സായിട്ട് ഇപ്പോൾ ചാമുണ്ഡി ഹിൽസ് പോകുന്നുണ്ട്. ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്തിൽ ടെമ്പിളിലേക്ക് പോകുന്നുണ്ട്. ಹೌದು, ಬ್ಲಾಗ್ ಯೂಟ್ಯೂಬ್. ಹಾಂ, അങ്ങനെ ഗസ്റ്റ് ചായ കുടിക്കാൻ നാഷ്ട ആക്കാൻ കയറിനി. ഞാൻ നാഷ്ട ആക്കി കുശൽ നഗറിലാക്കിനി. അതുകൊണ്ട് ഞാൻ കസ്തൂരി നിവാസം, ഞാൻ മാമൂലിയിലെ വരുമ്പോക്ക് മൈസൂർ ചാമുണ്ടേശ്വരി വരുമ്പോക്ക് ഇവിടെ തന്നെ നാഷ്ടലാക്കത്. വണ്ടിയുടെ പാർക്കിംഗ് ആക്കിനി. ഇനി നോക്കാം, ചാമുണ്ഡി ബെട്ടത്തിൽ കാണാം ഇൻഷാ അല്ലാ. ടെമ്പിളിൽ കാണാം. വണ്ടിയുടെ വെച്ചിട്ട് ഞാൻ ചാമുണ്ഡി ടെമ്പിളെത്തി. ചാമുണ്ഡി ബെട്ട, ചാമുണ്ഡി ടെമ്പിൾ ഫുള്ള് തിരക്കോടെ. ഞാൻ പാർക്കിംഗ് ബേസ്മെൻറ്റ് 1-ലുള്ള ബേസ്മെൻറ്റെല്ലാം മീത്തെല്ലാം ഫുള്ളായിട്ടുണ്ട്. ഞാൻ മുകളിലൊക്കെ ഒന്ന് പോയിട്ട് വേണമെങ്കിൽ കാണിക്കാം. ഇപ്പോൾ ബേസ്മെൻറ്റിലുള്ള നമ്മളെ വണ്ടീനെ ഇവിടെ പാർക്കിംഗ് ആക്കിയിട്ട് വേറെ ഗസ്റ്റിനെ ഇവിടെ കൊണ്ടാക്കി. ലിഫ്റ്റ് ഉണ്ട് മുകളിലേക്ക് പോകാൻ. അപ്പോൾ ലിഫ്റ്റിൽ ഇളക്കിയിട്ട് ഞാൻ റിട്ടേൺ വണ്ടീൻ്റെ അടുത്ത് വന്ന്. എൻ്റെ ടെമ്പിളിലേക്ക് വരുന്നാക്കുമ്പോൾ ഇല്ല, ഞാൻ വരുന്നില്ല, ഞാൻ കുറേ കുറി പോയി ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാനൊന്ന് കഴിഞ്ഞെങ്കിലും മുകളിലൊക്കെ പോയിട്ട് എന്താ അവസ്ഥയെന്ന് അവിടുത്തെ നിങ്ങൾക്ക് കാണിക്കാം ഇൻഷാ. ബേസ്മെൻറ്റ് 2-ലേക്ക് വന്ന്. ബേസ്മെൻറ്റ് 1-ലാണ് നമ്മളെ വണ്ടിയുള്ളത്. ഞാൻ 2-ലേക്ക്. ഇവിടെ ഒരു കാഴ്ച ഇതിനായിട്ട് മുകളിലുണ്ട്. ബേസ്മെൻറ്റ് 3 ഉണ്ട്. കഴിയുന്നില്ല, അവിടെ പോകുന്നില്ല. ഞാൻ ലിഫ്റ്റിലല്ല നടന്നിട്ട് വന്നേ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ശരിക്കും കാണുന്നില്ല.
ഇതിനായിട്ട് മുകളിൽ ഇവിടെ പാർക്കിങ്ങിൻ്റെ മുകളിലും അവിടെ ബാങ്കിൽ സെറ്റൊക്കെ കാണുന്നതാ. ഈ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വന്നെങ്കിൽ മൈസൂർ സിറ്റി ഫുള്ള് കാണുന്നു. ഇത് അങ്ങോട്ട് കാണുന്നത് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എത്ര കാണാൻ കഴിയുമെന്ന് അറിയുന്നില്ല. അതാ സൂമാക്കിയിട്ടാകുമ്പോൾ ഫുള്ള് കാണാം. പക്ഷേ അത് നൈറ്റിന് അതിൻ്റെ ഒരു വ്യൂ കാണേണ്ടത്. ഇവിടെ ഒരു കരയുണ്ട്. ഇതാ അടിപൊളി വെള്ളമുണ്ട് നല്ല. ഇത്ര ഹൈറ്റിലും നോക്കി എന്ത് തണ്ണിയുണ്ട്, എന്ത് വെള്ളമുണ്ട്. മൈസൂറിൽ നിന്ന് എത്ര ഹൈറ്റിലുള്ളത് ഇത്. അതിൽ തണ്ണി ഫുള്ളുണ്ട് ആ കരയിൽ. പുറത്ത് ഇവിടെ ഫുള്ള് ജ്യൂസും അതും ഇതും എല്ലാം വിൽക്കുന്നേ. നടന്നിട്ട് ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ചാമുണ്ടേശ്വരി ദേവി ടെമ്പിൾ നടന്നിട്ട് പോകുന്നെങ്കിൽ ഇല്ല പോകണം. നടന്നിട്ട് പോകണം. ഞാൻ അന്ന് പോയിനി വേറൊരു പ്രൈവറ്റ് വണ്ടിയിൽ വന്നിട്ട് ടെമ്പിളിൻ്റെ അടുത്തോളം പോയിനി. അവിടെ ഇപ്പോൾ അവിടേക്ക് പാർക്കിംഗ് ഇല്ല. അവിടെ പാർക്കിംഗ് ഇല്ല, വണ്ടി അവിടേക്ക് പോകുന്നില്ല. വണ്ടിയിൽ നല്ല തിരക്കുണ്ട്. ആളെ കാണുമ്പോൾ ഇവിടെ തിരക്ക് ഒന്നും കാണുന്നില്ല. വണ്ടിയിൽ നല്ല തിരക്കാണ്. വണ്ടിയെല്ലാം ഫുള്ള് ഇവിടെ. ഓക്കെ, അപ്പോൾ കൈസ് അതിൽ നടന്നിട്ടതാ ഇതിൽ വരുന്നത്. അതിൻ്റെ മുകളിലാണ് ടെമ്പിൾ ഉള്ളത്. ഞാൻ വണ്ടിക്ക് പോകുന്നു. അങ്ങനെ ചാമുണ്ടേശ്വരി കഴിഞ്ഞിട്ട് ഞാൻ വ്യൂ പോയിന്റ്, ഇവിടെ ചാമുണ്ടി റോഡിൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിലൊക്കെ വന്ന് ഞാൻ വ്യൂ കാണിച്ചു തരാം. ഈ വ്യൂ പോയിന്റിലുണ്ട്. വിളിക്കുന്നതാണ് ഗസ്റ്റ്. 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളേ. ഞാൻ വ്യൂ കാണിച്ചു തരാം ഇങ്ങോട്ട്. ഇതാണ് ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ കാണുന്ന വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇതിൽ കാണും, പാലസ് അടക്കം കാണുന്നു. മൈസൂർ പാലസോ അതവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ, ഗസ്റ്റ് പോയിട്ട് കാറിൽ ഇരുന്നാന്ന് കാണുന്നു. ഇത് തന്നെയാണ് ഗസ്റ്റ് എൻ്റെത്. അപ്പോൾ ഇതാണ് എൻ്റെത്. ഓക്കെ 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 ഇതാണ് എൻ്റെ ഗസ്റ്റ്. അവർ പോയി. ഇനി ചോറ് വയ്ക്കാൻ പോകണം. ഏതെങ്കിലും 2 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളത്. ബൊംബൈയിൽ നിന്ന് വന്നത്. എനിക്ക് ഇന്ന് മൈസൂരിലോ ഹോൾട്ടാന്ന് കാണുന്നത്. ഹോൾട്ടെങ്കിൽ ഞാൻ പിന്നെ പറയാം. റിജൻഡ ശിവാജി ഹോട്ടലിൽ ഓരോ ഇത് ഫ്രഷ് ആവാൻ അയച്ച് വലിയ ഹോട്ടൽ. അപ്പോൾ ഞാൻ ഒന്ന് ചോറ് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ വേറെ ഈ ഹോട്ടലിൽ ചെക്കിൻ അയച്ച് ഞാൻ ചോറ് വയ്ച്ചിട്ട് വരാൻ പറഞ്ഞ് പുറമെ പോയിട്ട് ഞാൻ ചോറ് വയ്ച്ചിട്ട് വരുന്നത് ഇൻഷാല്ലാ. പിന്നെയാണ് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഹോട്ടലുണ്ടെന്ന് അറിഞ്ഞ്. അപ്പോൾ ഞാൻ ഇതാണ് റിജൻഡ ഹോട്ടൽ. ഇതാ റിജൻഡ ജീവാജി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ അപ്പാർട്ട്മെൻറ്റ്. അവിടെ എന്തോ കാണുന്നുണ്ട്. എന്തെന്ന് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം വന്നെ. അപ്പോൾ മാനസ ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മാനസ കീലുമൂലെ ആശുപത്രി, എല്ലിൻ്റെ ആശുപത്രി. കയ്യാ കാലാ പൊളിഞ്ഞെങ്കിലെല്ലാം ശരിയാക്കുന്ന പോലത്തെ. ഇതാണ് നമ്മളെ ഹോട്ടൽ. അപ്പോൾ ഓക്കെ, പിന്നെ അങ്ങനെ മൈസൂർ പാലസിൻ്റെ അടുത്തേക്ക് എത്തി. ഞങ്ങളുടെ വണ്ടി പാർക്കിംഗ് കഴിഞ്ഞു. അത് ഗസ്റ്റിനെ അയച്ച് ഞാൻ അങ്ങോട്ടേക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക്. എന്നോട് വരുന്നാന്ന് ചോദിച്ചു. ഞാൻ വേണ്ട, ഞാൻ കുറേ നോക്കിയെന്ന് അറിഞ്ഞാൽ വെറുതെ. അല്ല, ഞാൻ പോയി നിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഓരോ ഗസ്റ്റിനെ അയച്ച് ഓരോ വരുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയും. ഞാൻ നല്ല തെനാലുള്ള ആ ലാസ്റ്റിൽ കൊണ്ടുപോയിട്ട് പാർക്കിംഗ് ആക്കുന്ന വണ്ടി. ഓർ വരുമ്പോൾ കുറച്ച് നേരമാവും. ഓർ വരുമ്പോൾ കോൾ വിളിക്കും. അപ്പോൾ ഞാൻ ഇവിടത്തേക്ക് വന്നാൽ മതിയല്ലേ ഗൈസ്. അപ്പോൾ വീഡിയോ നിർത്തിയിട്ടില്ല, ചെറുങ്ങനെ ലാസ്റ്റ് ഒരു ഇതുണ്ടായി. ഇത് ലൈറ്റ് ഷോ ഉണ്ടായി പാലസിൽ. ആ ലൈറ്റ് ഷോ ആയിട്ട് വീണ്ടും നമ്മളെ ജാവാജി ഹോട്ടലിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഇവിടെ ഗസ്റ്റ് പോയിട്ടുണ്ട്. 4th ഫ്ലോറിൽ റൂം. ഇപ്പോൾ ഗസ്റ്റ് ഈ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട്. വണ്ടിയുടെ ബെറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ വെക്കും വണ്ടി.
ഉള്ളിൽ സേഫ്റ്റി അല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളിൽ വെക്കും. റോഡ് സൈഡ് തന്നെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. അല്ല ആർക്ക് ഗുഡ് നൈറ്റ് അല്ല ഇപ്പോൾ. ഓക്കെ അപ്പോൾ ബൈ. ഇന്ന് ഇവിടെ ഹോൾട്ട് ഏതായിട്ടും ഈ ലൈറ്റിൻ്റെ വണ്ടീൻ്റെ ലൈറ്റിൻ്റെ വെളിയിലൊന്നും കാണുന്നില്ല. വണ്ടിയുടെ വെച്ചിന് ഹോട്ടൽ ഇത്. പിന്നൊരു വണ്ടിയുണ്ട് കൂർഗ് വൈൽഡ് ലൈഫ് എന്നെഴുതിയിട്ട്, അപ്പണ്ണ. അതും കൂർഗിൻ്റെ മടിക്കേരിയിൽ തന്നെ വണ്ടി. ഇത് മടിക്കേരിയിലത്തെ തന്നെ. അപ്പോൾ ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും വീണ്ടും പറയുന്നു ഞാൻ. അപ്പോൾ ഇന്നേക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ, ബായ്.